പഞ്ചുരുളി തെയ്യത്തെക്കുറിച്ച് കഥ പറഞ്ഞതുകൊണ്ടാകും ഒരുപക്ഷെ കാന്താര 2-ൽ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നത്. ഇനി നാളെ തെയ്യക്കോലങ്ങളിൽ എന്തെങ്കിലും ഒരു സംഭവം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ പൊട്ടൻ തെയ്യം? കാന്താരയിൽ അവരുടെ സംസ്കാരത്തിൽ തെയ്യത്തിനോട് സമാനതകളുള്ള ഒരു കോലം വരാഹരൂപിയായി നമ്മൾ കാണുന്നു. തെയ്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. തീർച്ചയായും കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പഞ്ചുരുളി എന്ന് പറയുന്ന ദൈവം അതീവ ശക്തിയുള്ളൊരു ദൈവമാണ്. ഉണ്ട് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഉള്ള ദൈവം തന്നെയാണ് അത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. പഞ്ചുരുളിയിൽ സംബന്ധിച്ചൊരു സിനിമ ചെയ്യുന്നു. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറുകയാണ്. നമ്മൾ കളിയാട്ടത്തെക്കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് എന്തായാലും സംസാരിക്കേണ്ടതെന്നാണ് കാന്താര 2 വലിയ രീതിയിൽ തിയേറ്ററുകളിൽ ഹിറ്റായി നിൽക്കുന്ന സമയം കൂടിയാണ്. കാന്താരയിൽ അവരുടെ സംസ്കാരത്തിൽ തെയ്യത്തിനോട് സമാനതകളുള്ള ഒരു കോലം വരാഹരൂപിയായി നമ്മൾ കാണുന്നു. തെയ്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. അതിൽ പഞ്ചുരുളിയാണത്, ഇവിടെ തെയ്യമാണ്. സിനിമ കണ്ടിരുന്നു കാന്താര? ഇല്ല, 2 കണ്ടില്ല. കാന്താര കണ്ടിരുന്നു. കണ്ടിട്ടുണ്ട്. ഈ പഞ്ചുരുളിയും നമ്മുടെ തെയ്യക്കോലങ്ങളിൽ ഏതെങ്കിലും ഒരു കോലവുമായി എന്തെങ്കിലും സാമ്യം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പഞ്ചുരുളി എന്ന് പറയുന്ന ദൈവം അതീവ ശക്തിയുള്ളൊരു ദൈവമാണ്. ഉണ്ട് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഉള്ള ദൈവം തന്നെയാണ് അത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. അവിടെയൊക്കെ ഏറ്റവും ഭയഭക്തി വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു ദൈവം കൂടിയാണ് പഞ്ചുരുളി അമ്മ. സതീശനോട് ഒരു പരിഗണന എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, പഞ്ചുരുളിയിൽ സംബന്ധിച്ചൊരു സിനിമ ചെയ്യുന്നു. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറുകയാണ് അവിടെ. അദ്ദേഹം ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമ തലത്തിലേക്ക് വരുന്നു. കാന്താര 2 വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ആ സിനിമ. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത്, വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. പലപ്പോഴും ഞാനിങ്ങനെ സ്പിരിച്വലായി പല ആളുകളോട് സംസാരിക്കുമ്പോൾ സിനിമയിൽ ഭഗവാന്മാരെ പറ്റി, ഭഗവാനുമായി അടുത്തിരിക്കുന്ന കോലങ്ങളെ പറ്റിയൊക്കെ കഥ പറയുന്നവർക്കൊക്കെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവായി ബാധിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം ഈ പഞ്ചുരുളി തെയ്യത്തെക്കുറിച്ച് കഥ പറഞ്ഞതുകൊണ്ടാകും ഒരുപക്ഷെ കാന്താര 2-ൽ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നത്. ഇനി നാളെ തെയ്യക്കോലങ്ങളിൽ എന്തെങ്കിലും ഒരു സംഭവം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, അതായത് എൻ്റെ വിശ്വാസ കഥയുടെ ഒരു പോർഷൻ എടുത്ത് ഉപയോഗിച്ചാൽ അത് നെഗറ്റീവായി ബാധിക്കും? തീർച്ചയായിട്ടും ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ആചാരാനുഷ്ഠാനത്തോടു കൂടി ചെയ്യുന്നതാണ്. ഇപ്പോൾ കാന്താര 2-ലെ ഇത് പറയുമ്പം തന്നെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അതൊരു നെഗറ്റീവ് ഇതായിരിക്കാം എന്നും വിശ്വാസികൾക്ക് അത് അതൊക്കെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്നും പറയുന്ന സാഹചര്യം വരാം. ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിലെനിക്കൊരു തെയ്യത്തിൻ്റെ ഒരു റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ആചാരങ്ങൾ പാലിക്കാതെ ഇത് വെറുതെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, കോലം കെട്ടിയിട്ട് ഘോഷയാത്രയ്ക്കൊക്കെ പോകുന്നവരുണ്ട്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് അഭിനയിപ്പിച്ചാൽ അതെനിക്ക് നെഗറ്റീവായി ഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആവും. അത് എന്തെങ്കിലുമായിട്ട് നമുക്ക് അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവും. അപ്പം ഈ കലാകാരന്മാർക്ക് സിനിമയിലൊക്കെ ഇത് ഉപയോഗിക്കണമെങ്കിൽ എന്താ വഴി? കാരണം ഇത് സിനിമയുമായിട്ട് ഇല്ലെങ്കിൽ സിനിമയിലോ ഇതിലേക്ക് ചെയ്യേണ്ടതല്ല. നമ്മുടെ കാവുകളിലും കോട്ടങ്ങളിലും അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള അനുഷ്ഠാനപരമായിട്ട് ചെയ്യുന്ന ദൈവമാണല്ലോ ഇത്. മറ്റുള്ള കലാരൂപം പോലെയല്ല ഇത്. നമുക്ക് കാവുകളിൽ സിനിമ ഇപ്പോൾ പഞ്ചുരുളിയെ പറ്റി നമ്മൾ സംസാരിക്കാനുള്ള കാരണം പോലും കാന്താരയാണ്. അല്ലെങ്കിൽ കൊല്ലത്ത് കിടക്കുന്ന എനിക്ക് കാസർഗോഡും കർണാടകയിലും നടക്കുന്ന പഞ്ചുരുളി എന്ന് പറയുന്നൊരു തെയ്യക്കോലത്തെ പറ്റി അതിനെക്കുറിച്ച് പഠിക്കാൻ പോയാൽ അറിവുണ്ടാവും, നല്ലതൊരു സാധാരണക്കാരൻ അറിവുണ്ടാവില്ല. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ നാട്ടിൽ റബ്ബർ വെട്ടാൻ പോകുന്ന സതീശൻ ചേട്ടനോട് എൻ്റെ നാട്ടിൽ സതീശൻ ചേട്ടനോട് ചോദിച്ചാൽ ഇപ്പോൾ പഞ്ചുരുളിയെ പറ്റി അദ്ദേഹം സംസാരിക്കും. അവിടെ പശു വളർത്തുന്ന രാമകൃഷ്ണനും ഇപ്പോൾ പഞ്ചുരുളിയെ പറ്റി അറിയാം. അതേസമയം MBBS കഴിഞ്ഞ് ഡോക്ടറായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്കും പഞ്ചുരുളിയെ പറ്റി അറിയാം. കാരണം ആ സിനിമയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കലാരൂപങ്ങളുടെ വിശ്വാസങ്ങളെയൊക്കെ സിനിമയിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ, അതിനെക്കുറിച്ച് അറിയാനൊക്കെ നല്ലതല്ലേ? അങ്ങനെ രണ്ട് വിധത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന്, ഇങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് എന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ സിനിമയിലൂടെ കാണാൻ വേണ്ടിയിട്ട്, ഇത് കാണാത്തയോ അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ദോഷവശങ്ങൾ അത് മറുപടിക്കുന്നുണ്ട്. എന്താണ് ഈ പൊട്ടൻ തെയ്യം?
പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത് നമ്മുടെ സമുദായങ്ങൾ കെട്ടിയാടുന്ന ദൈവമല്ല. നമ്മുടെ മലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് കെട്ടാറ്. പൊട്ടൻ ദൈവം എന്ന് പറയുന്നത് ശങ്കരാചാര്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ഞാൻ പഠിച്ചവനാണെന്ന് അഹങ്കരിച്ച ശങ്കരാചാര്യൻ സർവജ്ഞ പീഠം കയറാൻ പോകുന്ന സമയത്ത് അതിൻ്റെ മാർഗമധ്യത്തിങ്കിൽ പരമേശ്വരൻ ചണ്ടാള വേഷം ധരിച്ച് ആ ഒരു അറിവിനെ ഒന്ന് അളന്നതാണ്, പരീക്ഷിച്ചതാണ് ശരിക്കും അത്. ഇപ്പോൾ വഴി മാറട എന്നത് പൊട്ടൻ എന്ന് പറയുന്നത് അത് പൊട്ടനായത് കൊണ്ടല്ല, പൊട്ടന് പൊരുളിട്ട് എന്നൊക്കെ പറയാറുണ്ട്. പൊട്ടനായി അഭിനയിക്കുന്നതാണ് ശരിക്കും. ആ ഒരു അഭിനയിക്കുന്ന പരമശിവനാണ്, ചണ്ടാളനായി അഭിനയിക്കുന്ന പരമശിവനാണ്. അതാണ് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെയ്യത്തിൽ ചണ്ടാളൻ എന്നല്ല പറഞ്ഞത്, പൊട്ടനെന്നാണ് പറഞ്ഞത്, പൊട്ടനായി അഭിനയിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെയും ജാതി വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില ഏറ്റക്കുറച്ചിലുകളെ അവിടെ പരിഹരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ ജാതി വ്യവസ്ഥയൊക്കെ കൊടികുത്തി വാണ കാലത്ത് ഒരുപക്ഷെ സതീഷേട്ടൊന്നും അത് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷെ അച്ഛനൊക്കെ ഓർമ്മയുണ്ടാവും. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ കോഴിക്കോട് നിന്ന് നിസാർ അൽത്തുമിഷുമായിട്ടൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, മലബാറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തെയ്യക്കോലം കെട്ടുമ്പോൾ ഈ കോലധാരിയായി ദൈവമായി അവിടെ ആടുമ്പോൾ പുറത്ത് മലയാർ വന്ന് കാത്തിരിക്കും. എന്തിനാ ഈ അദ്ദേഹത്തെ ഈ കോലം അഴിച്ചു വെച്ച് ദൈവത്തിൽ നിന്ന് മനുഷ്യരായിട്ട് വേണം പറമ്പിലെ പണിക്കും കാന വൃത്തിയാക്കാനും വിളിച്ചിട്ട് പോകാൻ. ഒരു ജാതി വ്യവസ്ഥയുടെ ഒരു വലിയ ഏറ്റക്കുറച്ചിലുകളെ, മതത്തിൻ്റെ സാമൂഹികമായ സമത്വങ്ങളിലേക്കുള്ള ഒരു ഏറ്റക്കുറച്ചിലിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കോട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? കോലം ധരിക്കുമ്പോൾ മാത്രം ദൈവവും, അത് കഴിഞ്ഞാൽ പിന്നെ ജാതീയമായ അധിക്ഷേപവും പറമ്പിലെ പണിയുമായി മാറുന്ന, തൊട്ടുകൂടായ്മയും ചീട്ടിക്കൂടായ്മയായി മാറുന്ന ഒരവസ്ഥ, അങ്ങനത്തെ കഥകളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇത് ഈ ദൈവം എന്താണ് നമ്മുടെ ഈ സമുദായത്തിലും ഇല്ല മറ്റുള്ള താണ ജാതിയിലെ ആൾക്കാരാണ് ഈ തെയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുമ്പ് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പേര് കമന്റ് താഴ്ത്തപ്പെട്ട് അതാണ് അല്ല, മുൻകാലങ്ങളിൽ നമ്മുടെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമുദായങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ ഏതെങ്കിലും ഒരു സമയം ഇല്ലെങ്കിൽ ഇത്ര അകലം നിൽക്കണം, ഇല്ലെങ്കിൽ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവമായിട്ട് അതേ പിന്നെ ഈ മാറ്റി നിർത്തപ്പെട്ട അതേ തറവാട് ക്ഷേത്രങ്ങളിൽ ദൈവം കെട്ടിയിട്ട് അതുവരെ മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് ഈ മാറ്റി നിർത്തപ്പെട്ട ആ ഒരു ജനവിഭാഗം, ഇല്ലെങ്കിൽ വണ്ണാനാവട്ടെ മലയനാകട്ടെ മറ്റുള്ള സമുദായങ്ങളാകട്ടെ, അവരുടെ ദൈവമായിട്ടാണ് ആ ഒരു സമയത്ത് കാണുന്നത്. അതുവരെ മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് ദൈവമായിട്ട് മാറുമ്പോൾ അതേ ആ ഒരു ആളെ, ഇല്ലെങ്കിൽ ആ തെയ്യം കെട്ടിയ കോലധാരിയെ വന്ദിക്കുകയും കാലിൽ വീഴുന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പാടത്തും പറമ്പത്തും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇങ്ങനെയുള്ളവരുടെ മുന്നിലും നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റും എന്ന കാര്യങ്ങളായിരിക്കും. എന്തൊരു വലിയൊരു സങ്കല്പമാണെന്നേ. മനുഷ്യൻ തീർത്ത ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പുകളിൽ താഴ്ത്തപ്പെട്ടവനായി നിൽക്കുന്നവർക്ക് മുന്നിലേക്ക് ഉന്നതനെന്ന് സ്വയം നടിക്കുന്നവർ ഒരു ദിവസം മുഴുവൻ കൈകൂപ്പിക്കൊണ്ട് കാലിൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് ദൈവമായി കാണേണ്ടി വരുന്നൊരു സാഹചര്യം ഇത് തെയ്യക്കോലങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് സാധ്യമാകുക? എന്തായാലും സതീഷേട്ടൻ ഒരുപാട് വിവരങ്ങൾ തന്നതിന് നന്ദി. ഇനിയും കാണാൻ സാധിക്കട്ടെ. സതീഷേട്ടൻ തെയ്യക്കോലം കിട്ടുന്ന ഏതെങ്കിലും ഒരു കാവിൽ ഈ വരുന്ന മാസങ്ങളിൽ എത്താൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ ഞങ്ങളെ ക്ഷണിക്കും എന്ന് വിചാരിക്കുന്നു. വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ എത്തും. അത് അതാക്മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായും ഞാനും ഈ തെയ്യത്തിനെ കുറിച്ചും ഇന്നും അറിവുകൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരുപാട് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം പഠനത്തിന് അന്ത്യമില്ലാത്തതാണല്ലോ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പറ്റുന്ന, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ചെറിയ അറിവുകൾ അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളെ കുറച്ച് നിങ്ങൾ കൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷം. സതീഷേട്ടൻ വാക്കുകൊണ്ടല്ല, സതീഷേട്ടൻ്റെ കർമ്മം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു തെയ്യത്തെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സതീഷേട്ടനിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ, സതീഷേട്ടനെ ഞാൻ പരിചയപ്പെടുന്ന ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അന്ന് അദ്ദേഹം എനിക്ക് കുറച്ച് വിഷ്വൽസ് അയച്ചു തന്നു, സതീഷേട്ടൻ്റെ തെയ്യക്കോലം കെട്ടിയാടുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ്. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടാണ് എപ്പോഴെങ്കിലും കണ്ണൂർ പോകുമ്പോൾ ഈ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ളത്. വരും എപ്പിസോഡുകളിൽ തെയ്യക്കോലവുമായി ബന്ധപ്പെട്ട ഒരുപാട് കലാകാരന്മാരുടെ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും താങ്ക് യു.